നമസ്തേ. കഫ്ലിക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഫ്ലിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ദിവസമാണ്. എന്താണ് ആ പ്രത്യേകത? നമ്മൾ പുതിയൊരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ പോവാണ്. നമ്മുടെ കൂട്ടുകാരൻ പ്രിയ സുഹൃത്ത് ബാക്കിലുണ്ട്. അതെ തന്നെ. അപ്പോൾ പ്രിയ സുഹൃത്ത് നമുക്കൊരു സ്ഥലം തന്നേക്കാണ്. നമ്മളെ ഏറെ കുറെ നാളത്തെ ആഗ്രഹം അല്ലേ, കൃഷി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം സാക്ഷാത്കരിച്ച് തരാനായിട്ട് കുറച്ച് സ്ഥലം തന്നിട്ടുണ്ട്. നമ്മുടെ അവിടെ ഈ പറയും പോലെ കുറച്ച് കൃഷി ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് വിത്തുകളൊക്കെ നട്ട് നമ്മളതായിട്ടുള്ള ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കാനുള്ള ഒരു പരിപാടി എല്ലാവരും ആഗ്രഹമാണ് നമ്മളെ പ്രായത്തിലുള്ളവർക്ക്. പക്ഷെ നമ്മളത് ചെയ്യുന്നു. അത്ര തന്നെ. കുറച്ച് കാട് ഇങ്ങനെ കിടപ്പുണ്ട്. നമ്മൾ അതെല്ലാം ക്ലീൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എന്നാലും നമുക്ക് അതൊക്കെ ഒന്ന് കാണാല്ലേ. ഇതാണ് ആദ്യം എന്തായാലും ഈ സ്ഥലം വൃത്തിയാക്കിയാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. നടക്കാനുണ്ട്. എടാ ഇത് ശബ്ദം ഉണ്ടാക്കി നടക്കണേ. അല്ല, ഇഴജന്തുക്കൾ വല്ല കയറിയിരുന്ന് അതാണ്. ഇത്രയും കാടാണ്. ഇതൊക്കെയാണ് ബിഫോർ. ഇപ്പൊ നോക്കി നിന്നോ. ഇവിടെ കുറച്ച് ക്ലോസ് ആയിട്ട് നിക്കണേ. കൊക്ക തന്നെ. ഓക്കെ ഓക്കെ. ഇതൊക്കെയാണ് നമ്മളെ സ്ഥലം. ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങിയാണ്. ഈ ഒരു സ്ഥലത്ത് നല്ലൊരു വിശാലമായ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്ത് നമുക്ക് അപ്പോൾ തൊട്ട് താഴെ ഇവിടെ നമ്മൾ കുറച്ച് എന്തെങ്കിലും ചെയ്യില്ലേ. ഇതാണ് കറക്റ്റ് പോയിന്റ് അല്ലേ, ഇവിടെ അല്ലേ. അപ്പോൾ ഈ സ്ഥലമാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇത്രയും സ്ഥലം ഇത് ശരിക്കും തട്ടായിട്ട് കിടക്കുവാണ്. നമുക്ക് ഈ ക്യാമറയിൽ അപ്പോൾ ഇങ്ങനെ രണ്ട് തട്ടാണ്. രണ്ടും വൃത്തിയാക്കി. അപ്പോൾ ഇവിടുത്തെ കരിയിലേക്ക് മാറ്റി നീ കണ്ടന്റിന് വേണ്ടി വീണൊന്നും അല്ലല്ല. ഒന്നും പറയില്ല. ഫസ്റ്റ് ദിവസം തന്നെ ഇതൊക്കെ ഉണ്ടാവും. വീണല്ലേ പഠിക്കണ. അത് തന്നെ, വേറെ ഒന്നുമില്ല. അപ്പൊ ഈ തട്ടൊക്കെ ക്ലിയർ ആക്കി ഈ മരങ്ങളൊക്കെ നമ്മൾ അങ്ങനെ നിർത്തി. ഇവിടെ നിന്ന് ഇതാണ് നമ്മളെ മെയിൻ പോയിന്റ്. അവിടെ നിന്ന് ഒരു കയർ ഇങ്ങനെ താഴോട്ട് ഇറക്കി ഇവിടെ ഉസ്താദ് ഹോട്ടൽ പോലെ നമ്മളെ കഫ്ലിക്സിന്റെ സിമ്പലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിനൊരു പോയിന്റ് ആക്കി അങ്ങ് എടുക്കുകയാണ്. അതെ തന്നെ, ടെറസ്. അതെ അതെ അതെ. അല്ല അതെ തന്നെ, 3 തട്ടായിട്ട്. ഇതാകുമ്പോ വേറെ ശല്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ കിടന്ന് എന്ത് ബഹളം ഉണ്ടാക്കിയാലും വീടൊക്കെ കുറച്ച് അങ്ങോട്ടാണ്, ഡിസ്റ്റൻസ് ആണ്. പ്രശ്നമൊക്കെ കാര്യമൊന്നുമില്ല. എല്ലാം കഫ്ലിക്സിന് വേണ്ടിയില്ല. വലിയ വീഴ്ചകൾ കാണാൻ കിടക്കണം. അത് തന്നെ. അപ്പൊ എന്താണ് ഈ സ്ഥലത്തിനെ പറ്റി പറയാനുള്ളത്? എന്തിനു പറയാ, എന്റെ സ്ഥലം ഇവിടെ കംപ്ലീറ്റ് നമുക്ക് നമ്മൾ ആദ്യം മെയിനായിട്ട് വൃത്തിയാക്കുക. അതാണ് ആദ്യത്തെ പരിപാടി. ഇനി നമ്മൾ എല്ലാ ദിവസവും വീഡിയോ എടുക്കും. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് തന്നെ ചെയ്യും. വയറാ അത് അതുകൊണ്ടാണ് വാഴ വലിച്ചു കെട്ടിയേക്കണത് വീടായിരിക്കും. വയർ അപ്പം അതൊക്കെയാണ് പരിപാടികൾ. മഴ വരുന്നുണ്ട്. മഴ ഇപ്പൊ ക്ലൈമറ്റ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും മഴ നമുക്കൊരു അനുഗ്രഹമായിരിക്കും അല്ലേ? ആയിരിക്കും. അതല്ല ഇപ്പം മെയ് 11 അല്ലേ? ഇന്ന് മെയ് 11. ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും മഴക്കാലം തുടങ്ങും. അപ്പം കുറച്ചും കൂടെ നല്ല വൈബാവും. നമ്മൾ ഇനി 2 പയ്യന്മാരും കൂടെ വരാനുണ്ട്. നമ്മൾ മൊത്തം 5 പേരാണ്. 5 പേരുണ്ട്. അപ്പോൾ എന്താണ് 5 പേര് നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് വൈബ് അടിച്ചങ്ങ് ഇറങ്ങി. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പതിയെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ നമ്മുടെ കഫ്ലിക്സ് യൂട്യൂബ് ചാനലിൽ നമ്മൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഡെയിലി അപ്ഡേറ്റുകൾ വരും. പിന്നെ മൈക്കിൻ്റെ ഒരു പരിമിതി ഉണ്ട്. നമ്മളെ വരുന്ന വേറെ മൈക്ക് കേടായിപ്പോൾ. ഇപ്പോൾ ഒരെണ്ണം വെച്ചിട്ടാണ് എല്ലാവരും ശബ്ദം എടുക്കാൻ പോകുന്നത്. അതും പരിഹരിക്കണം അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെയുള്ള ചെറിയ അപ്പോൾ എല്ലാത്തിനും കൂടെ നിൽക്കുക, അത്രയൊക്കെ പറയുള്ളൂ. അപ്പം മനസ്സ് നിറയെ സ്നേഹം, കൂടെ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കഫ്ലിക്സിൻ്റെ പുതിയ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം. അൻറ്റിൽ ദെൻ ലൈക്ക്. പുൽച്ചാടികളും മണ്ണിരകൾക്കും കൂട്ടിൻ കണ്ടും തേനീച്ചകളും മലയാളികളുടെ തനിമകളറിയും കാറ്റും കൃഷിയും നെൽമണിയും. ഇന്ന് ഭൂമി നാളേക്കായി സ്വർഗം പോലൊരു കൂടാക്കും. കൂടിനെ നമ്മൾ ഉന്മാദത്തിൻ
പറുദീസകളായി മാറ്റിയിടും.